നമുക്ക് ഈ തകർന്നുപോയ ഹനുമാനെ വീണ്ടും ഇറക്കി ഷൈൻ ചെയ്യാം. അല്ലെങ്കിൽ നിന്റെ വാലൂറിയും. ചെല്ല് ചെല്ലടാ. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ, അതായത് നോർത്ത് സെൻട്രൽ ഇന്ത്യൻ റെയിൽവേയിൽ നമുക്കിപ്പോൾ കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട്. എൻഗേജ്മെൻറ്റ് ഓഫ് ആക്ട് അപ്രൻറ്റീസിലേക്കാണുള്ള ഒഴിവുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഓപ്പണിംഗ് ഡേറ്റ് എന്ന് വെച്ചാൽ 2/7/2022 ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഡേറ്റ് അവസാനിക്കുന്നത് 1/8/2022. ഏകദേശം ഒരു മാസത്തോളം അവർ നമുക്ക് ടൈം തരുന്നുണ്ട്. പിന്നെ ഇതിൽ മസ്റ്റായിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ 10ാം ക്ലാസ് വേണം. അതുപോലെ തന്നെ ഏതെങ്കിലും ITI NCVT അല്ലെങ്കിൽ SCVT അപ്രൂവുള്ള ഒരു സർട്ടിഫിക്കറ്റും വേണം എന്ന കാര്യമാണ് ആവശ്യപ്പെടുന്നത്. പിന്നെ പറഞ്ഞ ഒരു ഇമെയിൽ ID, ഒരു പേഴ്സണലായിട്ടൊരു ഇമെയിൽ ID അവർ നിർബന്ധം പറയുന്നുണ്ട്. എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് ഏജ് ക്രൈറ്റീരിയ 15 വയസ്സ് മുതൽ 24 വയസ്സ് വരെയാണ് പറയുന്നത് അവർ. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഉണ്ട്. നമുക്ക് SC ST OBC-കാർക്ക് അതിനനുസരിച്ചുള്ള OBC-കാർക്ക് 5 ഇയറും SC ST-കാർക്ക് 3 ഇയറും കമ്മ്യൂണിറ്റി കാറ്റഗറി. ഇതിപ്പോൾ നമ്മുടെ SC ST നമ്മുടെ ഓരോ വിഭാഗക്കാർക്ക് ഇത്ര വയസ്സിൻ്റെ ഉള്ളിൽ ജനിച്ചവർക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളൊരു ടേബിളാണ് ഇപ്പോൾ ഈ കാണുന്നത്. ക്വാളിഫിക്കേഷൻ പറഞ്ഞതാണ് 10ാം ക്ലാസ്. പിന്നെ ഏതെങ്കിലും ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ വേണം. ITI സർട്ടിഫിക്കറ്റ്, NCVT അല്ലെങ്കിൽ SCVT കമ്പൾസറി ആയിരിക്കണം എന്ന് പറയണത്. പിന്നെ ഏതൊക്കെ ട്രേഡ്സിലാണെന്ന് അപ്രൻറ്റീസ് ആയതുകൊണ്ട് ഏതൊക്കെ ട്രേഡ്സിലുള്ള കാര്യം കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഫിറ്റർ, വെൽഡർ, ആർമേച്ചർ വൈൻഡർ, മെക്കാനിസ്റ്റ്, കാർപ്പൻ്റർ, ഇലക്ട്രീഷ്യൻ, പെയിൻറ്റർ, ജനറൽ, പിന്നെ ഡീസൽ മെക്കാനിക്, ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഇലക്ട്രോണിക് സിസ്റ്റം മെയിൻ്റനൻസ്, വയർമാന്, പ്ലംബർ, മെക്കാനിക് കം ഓപ്പറേറ്റർ, ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഹെൽത്ത് സാനിറ്ററി ഇൻസ്പെക്ടർ, മൾട്ടിമീഡിയ ആൻഡ് വെബ് പേജ് ഡിസൈനർ, MMTM, ക്രെയിന്, ഡ്രാഫ്റ്റ്മാൻ, സിവില്, സ്റ്റീനോഗ്രാഫർ ഇംഗ്ലീഷ്, സ്റ്റീനോഗ്രാഫർ ഹിന്ദി. അങ്ങനെ 19ഓളം ഒഴിവുകളാണ് ഇപ്പോൾ ഒരു ഓപ്പൺ ആയിട്ടുള്ളത്. പേയ്മെൻറ്റ് എന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ ഫീ 100 രൂപയാണ് വരുന്നത്. SC ST അതേപോലെ തന്നെ PW ലേഡീസിനെ ഒന്നും ആപ്ലിക്കേഷൻ ഫീ വരുന്നില്ല. ഡിസബിലിറ്റി പറയുന്നുണ്ട്. ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് കൂടി ഇതിലേക്ക് പങ്കെടുക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഇതിൽ പറയണമെന്നുള്ളത്. ലോക്കോമോട്ടർ ഡിസബിലിറ്റി ഉള്ളവർക്ക്, അതുപോലെ വിഷ്വലി ഇമ്പയർഡ്, പിന്നെ ഹിയറിംഗ് ഇമ്പയർഡ്, മൾട്ടിപ്പിൾ ഡിസോർഡർ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. മോഡ് ഓഫ് സെലക്ഷൻ എങ്ങനെ തിരഞ്ഞെടുക്കുക എന്ന് വെച്ചാൽ നമ്മുടെ മാർക്കിനനുസരിച്ചിട്ടാണ് അവർ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇതിലവർ പറഞ്ഞിട്ടുള്ളത്. അത് കാൽക്കുലേഷൻ ഓഫ് മാർക്കിംഗ് ഒക്കെ അവർ കറക്റ്റായിട്ട് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ട്രെയിനിങ് പീരീഡിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. 1 ഇയറാണ് ട്രെയിനിങ് പീരീഡ് പറയുക. ട്രെയിനിങ് പീരീഡിൽ നമുക്ക് സ്റ്റൈപ്പൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. ഓൺലൈനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറയുന്ന കുറച്ച് ഡോക്യുമെൻറ്റിൻ്റെ കാര്യങ്ങളുണ്ട്. PDF ഫോർമാറ്റിലായിരിക്കണം. 50 KB മുതൽ 200 KB ഉള്ളിലുള്ളതായിരിക്കണം. 10th മാർക്ക് ഷീറ്റ്, സ്കൂൾ ലീവിങ് സർട്ടിഫിക്കറ്റ്, ITIയുടെ സർട്ടിഫിക്കറ്റ്, NCVT SCVT സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഡിസബിലിറ്റി ഉള്ളതെങ്കിൽ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്, പിന്നെ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ്, ഇതൊക്കെയാണ് അവർ പറയണത്. കളർ ഫോട്ടോഗ്രാഫ് പറയുന്നുണ്ട്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ 3 മാസത്തിൻ്റെ ഉള്ളിലുള്ളതായിരിക്കണം. സിഗ്നേച്ചർ 20 KBക്ക് 30 KBക്ക് ഉള്ളിലുള്ളതായിരിക്കും. എന്തൊക്കെ വന്നാലാണ് ഇതിൽ ഇൻവാലിഡ് അല്ലെങ്കിൽ റിജക്ഷൻ ആകുമോ എന്നുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ PDF കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളത് കയറി നോക്കുക. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേക്കൻസി, നിങ്ങൾ ജോലി ഇല്ലാതെ ഇരിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. നമ്മുടെ അഗ്നിപഥ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനി അടുത്തൊരു ഇത് വരുന്നുണ്ട്. നമ്മുടെ നേവിയിലേക്കുള്ള MR വരുന്നുണ്ട്. ലേഡീസിനും ജോയിൻ ചെയ്യുക എന്നുള്ളൊരു കാര്യം ഒരു നോട്ടിഫിക്കേഷനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.